ഓൺലൈൻ മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച തൃശൂരിലെ ഹൈറിച്ചിന്റെ ഉടമകൾക്കും ഇടനിലക്കാർക്കുമെതിരെ കാസർഗോഡ് പോലീസിന്റെ പരാതിയിൽ കേസെടുത്തു. ജില്ലാ മുൻ പോലീസ് മേധാവി വടകര അറക്കിലാട് സ്വദേശി PA വത്സലൻ നൽകിയ പരാതിയിലാണ് പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീം ആക്ട് പ്രകാരവും ബാനിംഗ് ആക്ട് പ്രകാരവും 80 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. കണ്ണൂർ ടൗൺ പോലീസും 39 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്ഥാപന ഉടമകളായ തൃശൂരിലെ കോലാട്ട് ദാസൻ പ്രതാപൻ, ഭാര്യ ശ്രീന പ്രതാപൻ, പ്രൊമോട്ടർമാരായ ജിനിൽ ജോസഫ്, മധൂരിലെ AR അബ്ദുൾ സത്താർ, ചെറുവത്തൂരിലെ ദിവാകരൻ, അരിക്കാടിയിലെ ഷസ്മിന, ബല്ലയിലെ PV വിജിത്ത്, കുഞ്ഞിമംഗലത്തെ സുമി അനിൽ, ഉപ്പള കൊളങ്ങരയിലെ അബ്ദുൾ ഖാദർ, മധൂരിലെ K അനുഷ, മഞ്ചേശ്വരത്തെ PV അഷറഫ് തുടങ്ങി 80 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥരും പ്രൊമോട്ടർമാരുമായ പ്രതികൾ നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വസ്തുതകൾ മറച്ചുവെച്ചും വിവിധ പേരുകളിലുള്ള പദ്ധതികളിലൂടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉടൻ പണം സമ്പാദിക്കാമെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ചേർത്ത് പിരമിഡ് മാതൃകയിൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചതിലൂടെ 289,89,563 രൂപ അന്യായമായ നേട്ടമുണ്ടാക്കിയതായുള്ള പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ ഭീകരമായ തട്ടിപ്പാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ളതെന്നും ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ശേഖരിച്ച് പരാതി നൽകുമെന്നും പരാതിക്കാരനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മണി ചെയിൻ മാതൃകയിലുള്ള വിവിധ വ്യാപാരങ്ങളുടെ മറവിൽ നേരിട്ടും ഓൺലൈനായും ആളുകളെ ചേർത്ത് കോടികൾ കമ്മീഷൻ പറ്റുന്നതായും നിയമപരമായ അനുമതിയില്ലാതെ ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതുമായുള്ള ഇദ്ദേഹത്തിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ പോലീസ് ഇടനിലക്കാരായ 39 പേർക്കെതിരെ കേസിന്റെ പിന്നാലെയാണ് കാസർഗോഡ് പോലീസും കേസെടുത്തിരിക്കുന്നത്.